രാഹുൽ സദാശിവന്റെ ഒടിയനാണല്ലോ ഇപ്പോൾ സംസാര വിഷയം. ഒരു പോസ്റ്റർ മാത്രം പുറത്തിറങ്ങിയ സിനിമയിൽ നിന്ന് ഒരുപാട് ചർച്ചകളുടെ സാധ്യതകൾ വഴിതെളിഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജും മഞ്ജു വാര്യറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയിൽ ആരാകും ഒടിയൻ എന്നതു മുതൽ ചിത്രത്തിലെ ക്യാമിയോ വേഷം ആരാകും എന്നിങ്ങനെ നീളുന്നു ചർച്ചകളുടെ ലിസ്റ്റ്. ക്യാമിയോ ഉണ്ടാകുമോ എന്നൊന്നും ഒടിയൻ ടീം പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു കൗതുകം കൊണ്ട് പ്രേക്ഷകർ ഇതൊക്കെ അങ്ങ് കണക്ക് കൂട്ടുന്നു, അത്രയുള്ളൂ. ഒടിയനായി ആരെത്തും? പൃഥ്വിരാജോ അതോ മഞ്ജു വാര്യറോ? ഒരു പോസ്റ്റർ മാത്രം പങ്കുവച്ച ഒടിയൻ സാധ്യതകളെ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നിട്ട് രാഹുൽ സദാശിവനും ടീമും അവരുടെ പണിപ്പുരയിലാണ്. പൃഥ്വിരാജ് ആയാലും മഞ്ജു വാര്യർ ആയാലും രാഹുൽ സദാശിവൻ നമ്മെ കണക്കിന് പേടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരുവരുടെയും അഭിനയ ജീവിതത്തിലെ നല്ല പെർഫോമൻസ് തന്നെ ഒടിയനിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി ഒടിയനായി മറ്റാരെങ്കിലും ആയിരിക്കുമോ? കാരണം കഥയെന്താണെന്ന് നമുക്കിന്നും അറിയില്ലല്ലോ. ഇനി പ്രധാന ചർച്ച ക്യാമിയോയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. മമ്മൂട്ടിയോ അതോ മോഹൻലാലോ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ പേര് വരാൻ കാരണം ഭ്രമയുഗമാണ്. രാഹുൽ സദാശിവൻ ചാത്തനായി മമ്മൂട്ടിയെ അവതരിപ്പിച്ച ആളല്ലേ. ആ സംവിധായകന്റെ തന്നെ പുതിയ പടത്തിൽ ചാത്തൻ വീണ്ടും അവതരിക്കാനുള്ള സാധ്യത ചെറുതല്ലല്ലോ. അതുകൊണ്ട് പ്രേക്ഷകർ അത് കണക്ക് കൂട്ടിയാൽ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ചാത്തൻ ഒടിയൻ കോമ്പിനേഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മോഹൻലാൽ, നമ്മുടെ പഴയ ഒടിയൻ മാണിക്കൻ. ശ്രീകുമാർ മേനോന്റെ 2018 ഒടിയൻ എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രം പുതിയ ഒടിയനിൽ ക്യാമിയോ ആയി അവതരിച്ചാലോ എന്ന് പറയുന്നവരുണ്ട്. ഇതിന് വേണമെന്നും വേണ്ട എന്നും അഭിപ്രായം പറയുന്നവരുണ്ട്. ശരിക്കും ഒരു മോഹൻലാൽ ആരാധകൻ ശ്രീകുമാർ മേനോന്റെ ഒടിയനെ വെറുത്തുപോയാലും തെറ്റു പറയാൻ പറ്റില്ല. ട്രാൻസ്ഫർമേഷനൊക്കെ നടത്തി ആ മുഖമങ്ങ് മാറ്റിക്കളഞ്ഞില്ലേ. അത്രയൊക്കെ ശരിക്കും വേണമായിരുന്നോ എന്നത് ഒരു ചോദ്യമാണ് താനും. അത് പോട്ടെ. അപ്പോൾ ആരായിരിക്കും രാഹുൽ സദാശിവന്റെ ഒടിയനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാമിയോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആര് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? എന്തായാലും സംഭവം സെറ്റായിരിക്കും. നമുക്ക് നോക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.